ഇന്നലെ രാത്രി ഉമ്മ ഉപ്പാനോട് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. വെല്ലുമ്മച്ചിനെ ദൂരെ വയസ്സായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന്. എന്ത്? എന്താ മോളൂട്ടി പറഞ്ഞത്? എന്റെ മോൾ സഫീറൂട്ടി അങ്ങനെ പറഞ്ഞോ? എന്റെ പഠിച്ചോനെ, എന്റെ കുട്ടി എന്നെ ഒഴിവാക്കാൻ പോണോ? വെല്ലുമ്മ കരയണ്ട, അവിടെ എല്ലാം കിട്ടുമെന്നാ ഉമ്മ പറഞ്ഞത്. ഉമ്മ എന്താ വല്ലാതിരിക്കുന്നേ? എവിടേക്കാണ് യാത്ര? എന്താണ് ഉമ്മ ഒന്നും മിണ്ടാത്തത്? എന്താണ് പറ്റിയത്? ഇതാ നോക്കിയേ, ഉമ്മാക്ക് ഇഷ്ടമുള്ള പുളിയിഞ്ചി അച്ചാറും കൊണ്ടാ ഞാൻ വന്നത്. മോളൂട്ടി, അന്റെ ഉമ്മ എവിടെ? അകത്ത് പണിയില്ല. മോളു ഉമ്മാനെ വിളിച്ചോണ്ട് വാ. ഉമ്മ. ഓ, മകള് വന്നല്ലോ. എന്താ കാര്യം? ഈ തള്ളനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും നോക്കാനും നിനക്കൊന്നും കഴിയില്ലല്ലോ. എന്താ സലീതാത്ത നിങ്ങൾ പറയണത്? അതിനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നേ എന്റെ ഉമ്മയെ കൊണ്ടുപോയേനെ. ചെറിയൊരു കൂരയിൽ അതിൽ 4-5 കുട്ടികളും പിന്നെ മിക്കപ്പോഴും പട്ടിണിയുമായി ജീവിക്കുന്ന ഞങ്ങൾക്ക്. ഇനി നിന്റെ ദാരിദ്ര്യമൊന്നും ഇവിടെ വിളമ്പണ്ട. ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ എവിടെ കൊണ്ട് തള്ളണമെന്ന്. ഞാൻ എന്താ കേൾക്കണ റബ്ബേ? സലീതാത്ത, നിങ്ങൾ പടച്ചോൻ പൊറുക്കാത്തത് ചെയ്യരുത്. നിങ്ങൾ എന്റെ ഉമ്മാനെ വൃദ്ധസദനത്തിന് കൊണ്ടാക്കാൻ പോകാണോ? ഉമ്മാന്റെ കാലിനരികിലാണ് സ്വർഗം എന്ന് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? റെയ്ഹാന, നീ എന്നെ തീരെ പഠിപ്പിക്കണ്ട. ഉമ്മാക്കും ഉപ്പാക്കും കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ പടച്ചോൻ പറഞ്ഞിരിക്കണത്. സലീതാത്ത അത് മറക്കണ്ട. മോളെ, മിണ്ടാതിരിക്കെ. എന്റെ സഫീറിനെ എന്നെ പറയാമെങ്കിൽ ഞാൻ പോകാം മോളെ. എവിടേക്കെങ്കിലും പോകാം. മനുഷ്യനെ സ്നേഹിക്കുന്നവര് വൃദ്ധസദനത്തിലുണ്ടെങ്കിൽ അതാ മോളെ, അതാ യഥാർത്ഥത്തില് വീട്. അവരാ മോളെ, അവരാ യഥാർത്ഥത്തില് കുടുംബക്കാര്. ഇയാളെന്താ ഇനിയും വരാത്തത്? കാറുമായി വരാമെന്നും പറഞ്ഞു പോയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞു. ഹോ, ഈ കുന്ത്രാണ്ടം ഇതിൽ കൊള്ളുന്നില്ലല്ലോ. അല്ലെങ്കിലും ഈ തള്ളക്കെന്തിനാ ചട്ടി? അതാണ് മനുഷ്യന്റെ പ്രകൃതി. അതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോ പ്രായമാകുമ്പോ മനസ്സിലാവും. വല്യമ്മ എന്നെ ഉപദേശിക്കുകയാണോ? ഉപദേശമൊക്കെ കഴിഞ്ഞോ? ഉപദേശമല്ല, യാഥാർത്ഥ്യം പറഞ്ഞാണ്. നിങ്ങളൊക്കെ വലിയ ആളുകളായിക്കൊണ്ട് നടക്കുന്ന സിനിമാ താരങ്ങൾ പോലും വയസ്സുകാലത്ത് പറയുന്ന എന്നാ, കൂട്ടിനൊരാള് വേണം. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവൂല. കുറച്ചു കഴിഞ്ഞാല് എല്ലാം മനസ്സിലാവും. പണ്ടത്തെ ആ കല്യാണമേളകൾ, അതിന്റെ ഒരുക്കങ്ങളും ഇന്ന് നടന്ന പോലെ എന്റെ മനസ്സിലുണ്ട്. നിന്റെ വല്യുപ്പാപ്പയും കൂട്ടുകാരും ഒപ്പനപ്പാട്ടും ദഫും കോൽക്കളിയും ഒക്കെയായി പാതിരാവരെ മുറ്റത്തെ പന്തലിൽ നിന്നും ആ ധനുമാസത്തിലെ തണുത്ത നിലാവുള്ള രാത്രിയിൽ കളിച്ചത് ഓർക്കുമ്പോ